നല്ല മഴയാണ് കേട്ടോ. റോഡൊക്കെ നിറഞ്ഞ് ഞാനും ഋഷിയും കൂടി ഒന്ന് നടക്കാനിറങ്ങിയതാണ്. ഈ പാടൊക്കെ നിറഞ്ഞ് നമ്മുടെ ഒട്ടച്ചാൽ പാടൊക്കെ നിറഞ്ഞ് കഴിഞ്ഞു. ശക്തമായുള്ള മൂടി പുതച്ച് വരുന്ന മഴ കേട്ടോ. ആകെ മഞ്ഞ് പോലെ പിടിക്കുന്നു. മഴ വീണ്ടും തുടരാന്ന് വെച്ചാൽ വെള്ളം വീണ്ടും ഉയരും. ഈ മഴക്കാലത്തിൻ്റെ അനുഭവങ്ങളിലേക്ക്, പഴയകാല അനുഭവങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം. കുറച്ച് ആൾക്കാരുടെ അവരുടെ അനുഭവങ്ങൾ. എന്തുണ്ട് ചേട്ടാ വിശേഷം? നല്ല വിശേഷം. അതായത് നല്ല മഴയായിരുന്നു. അല്പം ഒന്ന് മഴ മാറി നിന്നിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മുടെ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു. പണ്ടൊക്കെ നമ്മൾ ഇതിൽ ചെങ്ങാടൊക്കെ ഉണ്ടാക്കി കുളിച്ചിരുന്നു. വെള്ളം വരുമ്പോൾ ഇന്നിപ്പോൾ ഒറ്റ പിള്ളേർ പുറത്തിറങ്ങണില്ല. പണ്ട് ഈ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിലും വീട്ടിലൊക്കെ ദാരിദ്ര്യമായിരുന്നു അല്ലേ ഏട്ടാ? അന്ന് പണിക്ക് പോയില്ലെങ്കിൽ പൈസ ഇല്ല. അന്ന് ചിലപ്പോൾ ദിവസങ്ങളോളം വീട്ടിൽ അന്ന് നമ്മൾ എന്തൊക്കെ കൂട്ടാൻ വെച്ചിരുന്നത്, കറി വെച്ചിരുന്നത്? ചേമ്പ്, അന്ന് മീൻ കിട്ടില്ലായിരുന്നു അല്ലേ? മീൻ പരവ് ഇന്നത്തെ ഉള്ള ഇതല്ലോ. ഉണക്കമീൻ മിക്കവാ അന്ന് പിന്നെ വെള്ളം കയറി ഏതാണ്ടൊക്കെ നശിച്ചു പോയിരുന്നു അല്ലേ? വെള്ളം അന്ന് ഇതിനേലും വലിയ വെള്ളം നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത് വരെ എത്തും അല്ലേ? ഇന്നിപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് 2018 വെള്ളത്തിന് ഇവിടെ വന്നിരുന്നു അല്ലേ? പിന്നെ നമ്മുടെ വീടൊക്കെ വീട്ടിലേക്ക് അവിടെ മുകളിലേക്ക് വെള്ളം കയറി. അല്ല, അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് വന്നിട്ട് ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ ദുഃഖത്തിലോ അങ്ങനത്തെ വ്യത്യാസം? ഇന്ന് ഭയങ്കര തിരക്കായില്ലേ? എന്തിനു ഭയങ്കര സ്പീഡായോ എല്ലാ കാര്യങ്ങളും. അന്നത്തെ ഓക്കെ അന്ന് അത്ര ഇതില്ല. ജോലിക്ക് പോവുക, നിസ്സാര കൂലിയും ഇതൊക്കെയല്ലേ ഉള്ളു അന്നത്തെ. അല്ല, ഇന്ന് സൗകര്യങ്ങൾ കൂടിയില്ലേ? അന്നത്തെ സൗകര്യമില്ലല്ലോ. അന്ന് നമ്മൾ നടന്നു തിരക്കളൊക്കെ ആർക്കും ഒഴിവില്ല. ഇന്ന് അതിനല്ല, ഇന്ന് കൂലിപ്പണിയും കാര്യങ്ങളും മാത്രമല്ലല്ലോ. കൃഷിനെ മാത്രമല്ല ആശ്രയിച്ച എല്ലാവർക്കും ജോലിയുണ്ട്, കാര്യങ്ങളൊക്കെ. കൂലിപ്പണി മാത്രമാണ് കൂടുതൽ. പട്ടിണിയായിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അരി കിട്ടാത്ത കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പിള്ളേരോട് പറഞ്ഞാൽ അത് അറിയില്ല അവർക്ക്. കിട്ടാതും ഗോതമ്പ് വരെ കിട്ടും. അതുകൊണ്ടൊക്കെയാണ് കഞ്ഞി വെച്ചാർന്നത്. കഞ്ഞിയൊക്കെ കാലം പോയി പോക്കല്ലേ. തുടർച്ചയായിട്ട് മഴ. അപ്പോൾ നമ്മുടെ പാടത്ത് ഇനി ഒരിറ്റും കൂടി വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടത്തു നിന്ന് അകത്തേക്ക് കയറും അല്ലേ? അന്നിപ്പോൾ ഇന്നത്തെ മഴ വളരെ ഭയങ്കര മഴയല്ല അന്നായിരുന്നു. അന്ന് ഈ കറക്കാൻ മാസത്തിൽ മഴ വന്നാൽ പെയ്തു തുടങ്ങിയാലോ ഓണം തിരുവോണം. അച്ഛൻ പറഞ്ഞിട്ട് മറ്റേ കന്നാലിരെ തുട വരയ്ക്കുന്ന കാലം എന്നൊക്കെ പറയല്ലേ? ആദ്യം മഴയാണ് തണുത്തിട്ടേ. ഇപ്പം അത്ര വലിയ തണുപ്പൊന്നുമില്ല. ഇന്നിപ്പോൾ മഴ പെയ്ത് ഒരു ദിവസം കഴിഞ്ഞ അത് വ്യത്യസ്ത അനുഭവമല്ലേ അതൊക്കെ? ഓക്കെ. ഇപ്പോൾ കർക്കിടക മാസമാണ്. ഈ കർക്കിടക മാസം, ഇപ്പോഴത്തെ കർക്കിടക മാസം വലിയ പണ്ടത്തെ അനുഭവങ്ങളും എന്തോരം വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ നമ്മൾ വലിയമാർ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് വെള്ളം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കർക്കിടക മാസത്തിൻ്റെ ഇതിലുള്ള കുറേ വ്യത്യാസങ്ങളില്ല. ആ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു എന്തൊക്കെ വ്യത്യാസമുള്ള നമ്മുടെ ചെറുപ്പത്തിലത്തെ കാലത്തൊക്കെ? അന്ന് ഇത്ര ഭയങ്കര ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലമല്ലേ? ഭക്ഷണം കിട്ടാനില്ലേ? അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? കർക്കിടക മാസത്തില് മെറ്റടിച്ച് പറത്തും വന്നൊക്കെ അടിച്ചു കുട്ടി തഞ്ഞക്കലം കൊണ്ട് കളയല്. എൻ്റെ അമ്മമ്മ എനിക്ക് അടിച്ചു കുട്ടിയൊക്കെ എൻ്റെ തലയിൽ വെച്ച് തരും. ഞാൻ പുഴയെ കൊണ്ടിടും. അങ്ങനല്ലേ? അത് നമ്മളെ കർക്കിടക സംക്രാന്തിക്ക് മുന്നേ നമ്മളങ്ങനെയല്ലേ പറയാ? കർക്കിടക സംക്രാന്തി. പിന്നെ വെള്ളം വന്ന് കിടക്കുമ്പോൾ ഇപ്പം നമ്മുടെ പാടത്ത് ഇതേ ഒത്തിരി വെള്ളം വന്ന് കിടക്കുന്നു. ആ വെള്ളം ഉയർന്ന നമ്മുടെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാവും. ഇന്നത്തെ പോലെ നമ്മൾ വീട്ടിലൊന്നും ഒരു സാധനം ഉണ്ടാവില്ല. പച്ചക്കറിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ച് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അന്ന് നമുക്ക് ഫ്രിഡ്ജോ ഒരു സാധനങ്ങളും ഇല്ല അല്ലേ? അപ്പം അന്നും ഇന്നുള്ള വ്യത്യാസം എന്താണ്? അന്നാണോ സുഖം, ഇപ്പോഴാണോ സുഖം ജീവിതം മൊത്തത്തിൽ? സുഖം ഇപ്പോൾ തന്നെയാണ്. അതെ. കുറേ കാര്യങ്ങൾ കൂടി അല്ലേ? അങ്ങനെ. വേറെന്താ ചെറുപ്പത്തിൽ നമ്മൾ പാടത്ത് വെള്ളം വന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ കൃഷി നശിച്ചു അങ്ങനെയുള്ള വിഷമമൊക്കെ ഉണ്ടാവും അല്ലേ? അതുണ്ടാവില്ല. കൃഷി നശിച്ചു പോയാൽ പിന്നെ അതിനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വെള്ളം കയറി നമ്മുടെ മുറ്റത്തേക്ക് വരാറില്ലേ?
ഈ പ്രളയം വന്നപ്പോ മാത്രമേ ഇങ്ങോട്ടൊക്കെ വന്നുള്ളൂ. അല്ല പണ്ട് ഓർമ്മയില്ല. കടക്കാരത്തിൽ പടിഞ്ഞാപ്പുറ വരെ വരുള്ളൂ. അതെ. ആ പ്രളയം വന്നപ്പോ മാത്രാ ഇവിടെയൊക്കെ ആകെ വെള്ളം വന്നിട്ടുണ്ട്. അച്ഛനൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടേ, വെള്ളം അച്ഛനും ജോലിക്ക് പോകാൻ പറ്റില്ല. അച്ഛൻ തോട്ടത്തിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അന്ന് വാഴമാങ്ങ ഒക്കെ കൂട്ടാൻ വെച്ചിരുന്നില്ല നമ്മള്. വാഴമാങ്ങ, ഉണ്ണിപ്പിണ്ടി. ഉണ്ണിപ്പിണ്ടി അന്ന് അതൊക്കെയാ വെച്ചിരുന്നത് നമ്മള്. മുതിര, വാഴമാങ്ങ, മുതിര, ഉണ്ണിപ്പിണ്ടിയും ഉണക്കമീനൊക്കെ ചാളയൊക്കെ വെച്ചിരുന്ന കാലം അല്ലേ. എന്ത് വ്യത്യാസമാണല്ലോ, ഭയങ്കര വ്യത്യാസമായിരുന്നു അല്ലേ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ പറയാനായി ചോദിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ശരി ഇല്ല, നമ്മുടെ പാടം വെള്ളം നിറഞ്ഞു കിടക്കട്ടോ. പണ്ടൊക്കെ ഈ വെള്ളം നിറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. കാരണം സ്കൂൾ വിട്ട് വന്നാലും നമ്മൾ കുളിയും എല്ലാം ഈ വെള്ളത്തിലായിരുന്നു. ഇന്നിപ്പോൾ മക്കളെ വെള്ളത്തിലേക്ക് ഇറക്കില്ല. കാരണം എന്താ വെച്ചാൽ മസ്തിഷ്ക ജ്വരം വരും, അല്ലെങ്കിൽ വെള്ളം മാലിന്യം വരും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ വെള്ളമായിരിക്കും കൂടുതൽ മാലിന്യം. കാരണം അന്ന് ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് ആ മാലിന്യങ്ങൾ വന്നിരുന്ന കാലമാണ്. ഇന്നിപ്പോൾ എത്ര നല്ല ശുദ്ധമായിട്ട് വെള്ളം എന്ന് പറയാം. ഇപ്പോൾ ഈ 2 ദിവസത്തെ മഴയുടെ ശക്തി കൊണ്ട് വന്ന വെള്ളമാണ് ഇത്. ഞങ്ങളുടെ പുഴയുണ്ട്, ആ പുഴയിൽ നിന്ന് വെള്ളം കയറി ഒരു തോടുണ്ട്, കാനത്തോട്. ആ കാനത്തോട് വഴിയാണ് ഈ വെള്ളം വരുന്നത്. ഇതിപ്പോൾ ഇത് എടലപ്പിള്ളി അമ്പലത്തിൻ്റെ തൊട്ട് താഴെയുള്ളൊരു സ്ഥലമാണ്. ഇത് രസം എന്ന് പറയുമ്പോൾ കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഒരാളും വെള്ളത്തിലിറങ്ങി കളിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. 5 ദിവസമായിട്ട് സ്കൂളില്ല. 5 ദിവസമല്ലെങ്കിലും പിള്ളേരുകളൊക്കെ വീടിൻ്റെ ഉള്ളിലായി. നമ്മൾ നീന്തലൊക്കെ പഠിച്ചിരുന്നത് എപ്പോഴും ഇങ്ങനെ വന്ന് കിടക്കുന്ന വെള്ളത്തിലായിരുന്നു. ഇന്നിപ്പോൾ മക്കളെ ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറങ്ങരുതെന്നൊക്കെ പറയണം. ഋഷി ആയാലും ഭയങ്കര പേടിയാണ് ഈ ഇവിടേക്ക് ഇറങ്ങാനൊക്കെ. മക്കൾക്ക് ഉള്ള പേടി പോലെ തന്നെ മാതാപിതാക്കൾക്കും. ഒരാളും പുറത്തിറക്കില്ല, ഒക്കെ അകത്താണ്. കണ്ടപ്പോൾ ഇത് കുളക്കാട്ടിൽ പാടാണ്. ഇതുപോലെ പൊട്ടച്ചാലും എല്ലാം നമ്മുടെ ഈ ഭാഗത്തെ എല്ലാ പാടങ്ങളും വെള്ളം നിറഞ്ഞിരിക്കും. ഇതൊരു പഞ്ഞക്കാലം കൂടിയാണല്ലോ. പണ്ട് ഈ സമയത്ത് ഭയങ്കര പഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ കൂടെ കുടംപുളി വരും, അതുപോലെ എന്നിട്ട് തേങ്ങ വരും. ഇതെല്ലാം നമ്മൾ അന്ന് ശേഖരിച്ചിരുന്നു. അതുപോലെ ഇവിടെ നിന്ന് വരുന്ന വാഴമാങ്ങ പൊന്തിരുന്നു. അത് ചെത്തി കറി വെച്ചതൊക്കെ ആയിട്ട് അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് മുതിരയും ഉണക്കമീനൊക്കെയാണ് അന്ന് കറിയായിരുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളൊരു കാലമില്ല അല്ലേ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ കർക്കിടക മാസം. അതാണ് കർക്കിടക മാസത്തിൻ്റെ പഞ്ഞമാസം എന്ന് പറയുന്നത്. എന്തായാലും വെള്ളം എത്ര കയറി വന്നിട്ടുണ്ട്. നല്ല പഴയ കാലത്തെ ഓർമ്മകളൊക്കെ വെച്ച് നോക്കുമ്പോഴേ വെള്ളം ചിലപ്പോൾ ഇനി നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ കാലത്താണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ വന്നിരിക്കും ഈ വെള്ളം കയറി. നല്ല രസമുള്ളൊരു അന്തരീക്ഷം അല്ലേ. കർക്കിടക സംക്രാന്തി കഴിഞ്ഞു. കർക്കിടക സംക്രാന്തിക്ക് തടിയും വരുന്നൊക്കെ അച്ഛൻ പറയായിരുന്നു. തടിയൻ അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇത് പോട്ടച്ചാൽ പാടാണ്. ഈ പാടത്ത് ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ 2 പൂവൊക്കെ ഉണ്ടായിരുന്ന കൃഷിയിലാണ്. ഇതിപ്പോൾ ഒരു പൂവാണ്. നമ്മൾ മുണ്ടകം മാത്രമേ ഉള്ളൂ. ഈ പാടമൊക്കെ കണ്ടോ, ഇവിടെ നിറയെ വെള്ളം വന്നിരിക്കുക. ഇപ്പോൾ ഈ പെയ്ത ഒരു മഴയ്ക്ക് മാത്രം വന്ന വെള്ളമാണ് ഇത്. ഇവിടെയുള്ള പിള്ളേരുള്ളത് കളിവഞ്ചിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ വെള്ളം ഇത്തിരി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീടുകളിലേക്കും കൃഷി സ്ഥലങ്ങളിലേക്കും ഈവൻ തെങ്ങിൻ്റെ ഇടയിൽ Hello, thank you to everybody. Bye.